ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നോമ്പിന് എടുത്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ നോമ്പിന് അധിക വീടുകളിലും പത്തിരി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളുടെ വീട്ടിലും അന്നത്തെ ദിവസം പത്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പത്തിരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുക്കാറ്. പൊടിയുടെ മാറ്റത്തിനനുസരിച്ച് കൂടുതൽ വെള്ളം എടുക്കേണ്ടി വരാറുണ്ട്. ഇതിനിടയിൽ കറിക്കുള്ള പരിപാടികൾ വേറെ നടക്കുന്നുണ്ട് കേട്ടോ. പത്തിരിയിലേക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിരിപ്പൊടി വാട്ടിയത് ഈ ഒരു ഹാൻഡ് മിക്സറിൽ ഇട്ടിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഹാൻഡ് മിക്സർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ കറിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടി ഇവിടെ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത പത്തിരിപ്പൊടിയൊക്കെ ഇതാ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ബോൾസ് ആക്കുന്ന സമയത്ത് ഞാനിതാ ഇതുപോലെ ഒന്നിച്ച് ഇതിലൊക്കെ ഒന്ന് എണ്ണ തടവി കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും വേണ്ടിയിട്ടും എണ്ണ പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ പത്തിരി മേക്കർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് ഷേസയാണ് എനിക്ക് എല്ലാ നോമ്പിനും പത്തിരി പരത്തി തരാറ് കേട്ടോ. ഇതിനിടയിൽ തരിക്കഞ്ഞിയും കൂടെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. എനിക്ക് തരിക്കഞ്ഞിയിലേക്ക് സേമിയയും കൂടെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം. റവയും സേമിയയും കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതാ കറിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടാറ്റോയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് അത്താഴത്തിനും കൂടെയുള്ള പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രൈഡ് സ്നാക്സൊക്കെ എല്ലാ റമദാനിനും എടുക്കുന്ന ഒരു തീരുമാനമാണ് ഫ്രൈഡ് സ്നാക്സ് ഉണ്ടാക്കില്ല എന്ന്. അപ്പോൾ ഇത്തവണ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. എത്രത്തോളം പോകുമെന്ന് അറിയില്ല. അപ്പം സാലഡാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ചിക്കൻ ഒന്ന് എയർ ഫ്രയറിലൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉപ്പും കുരുമുളകും നാരങ്ങനീരും മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരു ചിക്കനിൽ. പിന്നെ ഇതൊന്ന് 20 മിനിറ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കട്ടെ. പത്തിരിപ്പണി ഒരാളും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ. ഷേസ പരത്തിയെല്ലാം തന്നുകൊണ്ട് അത് ചുട്ടെടുക്കാൻ പിന്നെ എളുപ്പമായി കേട്ടോ. ഷേസത അവിടെ സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സാലഡിലേക്ക് ക്യാരറ്റ്, ലെറ്റ്യൂസ്, പിന്നെ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കിയാർ എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള സാലഡ് ഡ്രസ്സിങ് റെഡിയാക്കി എടുക്കണം. സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് വിനാഗിരി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയില്ലാത്ത കട്ട തൈര് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഈ ഒരു സാലഡ് കേട്ടോ. പിന്നെ കുറച്ച് ബ്രെഡിൽ ന്യൂട്രലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സാൻഡ്വിച്ച് അങ്ങനെയും ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക്. പിന്നെ ഇതാ സോഡയും മാംഗോ ജ്യൂസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡ്രിങ്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ കസിൻ്റെ മക്കളാണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നോമ്പിലെ വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.